തിരൂർ CH സെന്ററിന്റെ പ്രവർത്തനം തന്നെ ഞെട്ടിപ്പിച്ചുവെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ. തറക്കല്ലിടൽ കർമ്മത്തിന് താൻ വന്നിരുന്നു. എന്നാൽ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു കെട്ടിട സമുച്ചയം ഉണ്ടാക്കുവാൻ കഴിഞ്ഞത് തിരൂരുകാരുടെ പ്രയത്നത്തിന്റെ ഫലമാണെന്നും മുനവറലി തങ്ങൾ കൂട്ടിച്ചേർത്തു. യുദ്ധകാലാടിസ്ഥാനത്തിൽ തിരൂരിൽ പ്രവൃത്തി പുരോഗമിക്കുന്ന CH സെന്റർ സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് ഉച്ചയോടെയാണ് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങൾ തിരൂർ പൂങ്ങോട്ടുകുളത്ത് യുദ്ധകാലാടിസ്ഥാനത്തിൽ പണി പുരോഗമിക്കുന്ന CH സെന്റർ കെട്ടിടം സന്ദർശിക്കുവാനെത്തിയത്. തിരൂർ മണ്ഡലം മുസ്ലിം ജനറൽ സെക്രട്ടറി വെട്ട മാലിക്കോയ, താനൂർ മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് മുത്തുക്കോയ തങ്ങൾ, AAK ഗ്രൂപ്പ് മുത്തു, സെയ്തലവി മാസ്റ്റർ തുടങ്ങിയവർ ചേർന്ന് മുനവറലി തങ്ങളെ സ്വീകരിച്ചു. കെട്ടിടം സന്ദർശനത്തിന് ശേഷം CH സെന്റർ ഓഫീസിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. പാവപ്പെട്ട കുടുംബങ്ങൾ ജീവിക്കുന്ന ഒരു പ്രദേശമാണ്. അതുപോലെ ഇതിന് ചുറ്റുവട്ടമുള്ള ആളുകളൊക്കെ നമുക്കറിയാം, തിരൂരിന്റെ ഒരു വലിയ പോപ്പുലേഷൻ, ഹൈ ഡെൻസിറ്റി ഉള്ള ഒരു പ്രദേശമാണ് നമ്മുടെ പരിസരം. ഇവിടെ ധാരാളം ആളുകൾ ഇത്തരം ചികിത്സക്ക് വരാനും ചികിത്സക്ക് ആവശ്യമുള്ളവരായിട്ടും നമുക്ക് കാണുന്നു. ഗവൺമെന്റ് ആശുപത്രികളിൽ അവർക്ക് വേണ്ടത്ര ചികിത്സ കിട്ടുന്നില്ല, അല്ലെങ്കിൽ വലിയ ആശുപത്രിയിൽ പോകുമ്പോൾ അവർക്ക് സാമ്പത്തികമായി താങ്ങാൻ സാധിക്കുന്നില്ല. അവിടെയാണ് ഇന്ന് തിരൂർ CH സെന്റർ ബഹുമാനപ്പെട്ട ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബിന്റെ നേതൃത്വത്തിൽ നമ്മുടെ ബാബ ഹാജിയും അതുപോലെ അൻവർ അമീൻ അടക്കമുള്ള നിരവധി ഫിലന്തോറഫിസ്റ്റുകളായിട്ടുള്ള ആളുകൾ നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഇതിന്റെ തറക്കൽ കർമ്മത്തിന് മുന്നേ ഈ ഓഫീസിന്റെ ഉദ്ഘാടനത്തിന് വന്നിരുന്നു. അതിന് തൊട്ട് ശേഷമാണ് തറക്കല്ലിട്ടത്. ഇത്ര വേഗത്തിൽ ഇവിടെ വന്നപ്പോൾ അത്ഭുതപ്പെട്ടു. ഏകദേശം ഈ ഉദ്ഘാടനം നിർവഹിക്കാൻ നമുക്ക് കുറച്ച് പണികൾ മാത്രമേ ബാക്കിയുള്ളൂ. അത്രയധികം വേഗത്തിൽ ഇത്രയും വിശാലമായ സ്ക്വയർ ഫീറ്റ് നമുക്ക് ഇവിടെ നിർമ്മിക്കാൻ സാധിച്ചു എന്നുള്ളത് തിരൂരുകാരുടെ ഒരു വിജയമാണ്. തിരൂരിന്റെ ആ ഒരു വൈകാരികമായ ഇടപെടൽ, ഇവിടുത്തെ എല്ലാ റിസോഴ്സുകളും നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ സാധിച്ചു. വിദേശത്തുള്ള ആളുകൾ നമ്മളൊക്കെ, ഞാൻ അത്ഭുതപ്പെടുകയായിരുന്നു. ഞാനൊന്ന് അലിക്കോയ സാഹിബിനെ, എനിക്ക് ചെറിയ സ്റ്റോണിന്റെ ഒരു പ്രശ്നമായിട്ട് ഒരു ദിവസത്തെ പ്രൊസീജിയർ ഉണ്ടായിരുന്നു. പക്ഷെ ബഷീർ സാഹിബ് അതേപോലെ തിരക്കുള്ള പാർലമെന്റിൽ ന്യൂനപക്ഷ സമൂഹത്തിന് വേണ്ടി ശബ്ദിക്കുന്ന വളരെ അപൂർവമായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. തിരൂർ CH സെന്റർ പ്രവർത്തനം മാതൃകാപരമാണെന്നും ഇതിന് ചുക്കാൻ പിടിക്കുന്ന ഇ.ടി. മുഹമ്മദ് ബഷീർ MP ഊണും ഉറക്കവുമില്ലാതെയാണ് ഈ കാര്യങ്ങൾക്ക് വേണ്ടി ഈ പ്രായത്തിലും ഓടി നടക്കുന്നതെന്നും മുനവറലി തങ്ങൾ പറഞ്ഞു. ബഹുമാനപ്പെട്ട ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബ് വിസ്മയം തീർത്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മണ്ഡലമായ തിരൂരില് നേരത്തെ അദ്ദേഹം MP ആയിരുന്ന സമയത്താണ് ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. മാത്രമല്ല, അദ്ദേഹം നേതൃത്വം കൊടുത്ത നിരവധി CH സെന്ററുകൾ നേരത്തെ തിരുവനന്തപുരത്തും പിന്നീട് ചൂരൂരിലും ഇന്ന് അദ്ദേഹത്തിന് തട്ടകമായിട്ടുള്ള ഇവിടെയും ആരംഭിക്കാനുള്ള അദ്ദേഹത്തിന്റെ അടങ്ങാത്ത ആഗ്രഹം, അതിനെ കൂടെ നിൽക്കാൻ തിരൂരുകാരായ നമുക്കൊക്കെ സാധിച്ചു. തിരൂർ CH സെന്റർ നേരത്തെ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു പ്രവർത്തനം കൂടുതൽ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയും നമ്മുടെ സമൂഹത്തിൽ അശരണരായിട്ടുള്ള ഒരുപാട് ആതുര മേഖലയിൽ പ്രതിസന്ധി തരണം ചെയ്തു കൊണ്ടുപോകുന്ന ആളുകൾ ധാരാളമുണ്ട്. അതിൽ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളുണ്ട്, കിടപ്പ് രോഗികളുണ്ട്, ക്യാൻസർ രോഗികളുണ്ട്, ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ഒരു അസുഖം വന്നാൽ എന്തുകൊണ്ടും തളർന്നു പോകുന്ന, എല്ലാ നിലക്കും തളർന്നു പോകുന്ന, സാമ്പത്തികമായി തളർന്നു പോകുന്നു, മാനസികമായി തളർന്നു പോകുന്നു. അവരെ കൈപ്പിടിച്ചുയർത്തിക്കൊണ്ട് അവർക്ക് ആശ്വാസം നൽകി അവർക്ക് സൗകര്യത്തോട് കൂടിയിട്ടുള്ള ചികിത്സ കൊടുക്കുവാനും അതുപോലെ തെറാപ്പി പോലുള്ള പരിശീലനങ്ങൾ കൊടുക്കാനൊക്കെയുള്ള കേന്ദ്രങ്ങൾ ഇന്ന് ധാരാളമായി ഉയർന്നു വരുന്നുണ്ട്. ഇതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഇനിയും സാമ്പത്തികം ആവശ്യമുണ്ടെന്നും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടെങ്കിലേ പൂർത്തിയാക്കാൻ കഴിയൂവെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു പ്രസ്ഥാനത്തിന് ജനങ്ങൾ നൽകുന്ന വിശ്വാസം, ആ വിശ്വാസത ജനങ്ങൾക്ക് അർഹിക്കുന്ന ജനങ്ങളിലേക്ക് നമ്മുടെ സഹായം എത്തുന്നുള്ള ഒരു വലിയ കോൺഫിഡൻസ് നമുക്ക് നൽകാൻ സാധിച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ വിജയം. തിരൂരിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇനിയും
ഇതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി നമുക്കിനിയും പണം കണ്ടെത്തേണ്ടതുണ്ട്. നമ്മൾ ഇതിനൊക്കെ വേണ്ടി വീണ്ടും എല്ലാവരും ഒന്നുകൂടി ഒത്തുപിടിച്ചാൽ നമുക്ക് പെട്ടെന്ന് പൂർത്തീകരിക്കാൻ സാധിക്കും. ഇവിടെ സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. CH സെന്റർ അംഗങ്ങളും KMCC നേതാക്കളും അടക്കം സ്ഥലത്ത് സന്നിഹിതരായിരുന്നു. ന്യൂസ് 99 തിരൂർ.